ഖദീജ അധ്യായം 3 ഭാഗം 2. രാത്രി അത്താഴത്തിന് ഇരിക്കുമ്പോഴുള്ള ഉപ്പയുടെ സംസാരത്തിൽ നിന്നും ഉപ്പായ്ക്ക് ഈ കല്യാണാലോചനയിൽ താല്പര്യമുണ്ടെന്നവൾക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഉപ്പ എന്താണോ പറയുന്നത് അതാണ് ഉമ്മയുടെ ഇഷ്ടം. എങ്ങനെയാണ് ഉപ്പാൻ്റെ ഇഷ്ടങ്ങളോട് ഇത്രയേറെ ചേർന്നു പോകാൻ ഉമ്മാക്ക് പറ്റുന്നത് എന്നൊക്കെ അന്ന് ഏറെ അതിശയത്തോടു കൂടി ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് ഇതൊക്കെ ആകുമായിരിക്കും അവൾ ഓർത്തു. ഉപ്പ പറയുന്ന തമാശ എത്ര മോശമാണെങ്കിലും ഉമ്മ ചിരിക്കുന്നത് കാണാം. ഉപ്പയും ഒട്ടും മോശമല്ല. ഉമ്മ എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും ഒറ്റയടിക്ക് ഉപ്പ അതിനെ മലർത്തിയടിച്ച് വാദിക്കുന്നത് ഇന്നേ വരെ അവൾ കണ്ടിട്ടില്ല. ഉമ്മാക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കും. എന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ ആമിന, അതിങ്ങനെ ഒന്നുമല്ല എന്നൊരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞ് അതിലെ തമാശയും അമളിയും പറഞ്ഞു വയ്ക്കും. അപ്പോൾ ഉമ്മ ഒരു കുശുമ്പ് കാണിച്ചു പോകും. ആ വീട്ടിൽ ഇതൊരു പതിവ് കാഴ്ചയായിരുന്നു. സ്നേഹം പലർക്കും പല രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ. ചിലപ്പോൾ തോന്നും പ്രണയം അതിങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ ചില കഥകൾ, ചില കാഴ്ചകൾ പ്രണയത്തിൻ്റെ ഭീകരതയെ കാണിക്കും. 4 വീട് അപ്പുറത്തുള്ള കുൽസുത്ത 2 കുട്ടികളെ വിട്ടിട്ട് അങ്ങേപ്പുറത്തെ കാദറിനൊപ്പം പോയതും പ്രണയം തന്നെയാണോ എന്ന് തോന്നിപ്പോകും. ഒരു വശത്ത് നോക്കുമ്പോൾ എനിക്ക് പ്രണയം ഏറെ ഭംഗിയുള്ളതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായി തോന്നും. മറുവശത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് ഭീകരമായ തകർച്ചകൾ ഉണ്ടാക്കുന്ന ഒന്നും. കുൽസുത്ത പോയിട്ടും കരീംക്ക ഇപ്പോഴും പെണ്ണ് കെട്ടാതെ അവരെ ഓർത്തു കഴിയുന്നത് കാണുമ്പോൾ എന്തിനാണ് മനുഷ്യർ ഇത്ര ആഴത്തിൽ മറ്റൊരു മനുഷ്യനിൽ ഒരു ചതുപ്പ് നിലത്തിൽ കാൽ ചവിട്ടിയതുപോലെ കയറി വരാൻ പറ്റാത്ത വിധം പെട്ടുപോകുന്നതെന്നും ഓർക്കാറുണ്ട്. പ്രണയം ഓർമ്മകളൊക്കെ ഓർക്കുന്തോറും പ്രണയിക്കുന്തോറും മനുഷ്യനെ അതിലേക്ക് തന്നെ വലിച്ചുകൊണ്ടുപോയി മുക്കിക്കൊല്ലുന്ന ഒന്നാണ്. അതിൽ നിന്ന് ഒറ്റയടിക്ക് കരകയറുക അത്ര എളുപ്പമല്ല. അബൂക്കയോടൊപ്പം കൂടിയതിൽ പിന്നെയാണവൾ പ്രണയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ജീവിതത്തിൽ ചേർന്നു നിൽക്കാൻ ഒരു റൂഹ് കൂടെ വരുന്നതിൻ്റെ പേരാണ് പ്രണയം. നിരന്തര മിനുക്കലുകളുടെ പേരാണ് പ്രണയം. ജീവിതത്തെ കൂടുതൽ ഭംഗിയാക്കുന്ന, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിൻ്റെ പേരാണ് പ്രണയം. ഇതൊക്കെയാണ് അബൂക്കയുടെ കണ്ടുപിടുത്തങ്ങൾ. പ്രണയം ഓരോരോ മനുഷ്യർക്കും ഓരോന്നാണ്. അത് പ്രണയിക്കുന്ന ആളോളം ഭംഗിയുള്ളതാണ്. അതിൻ്റെ ഭംഗി നിശ്ചയിക്കുന്നത് നമുക്ക് ആ മനുഷ്യനോടുള്ള പ്രണയത്തിൻ്റെ ആഴം പോലെ തന്നെ പ്രണയിക്കപ്പെടുന്നതിൻ്റെ ഭംഗി കൊണ്ടും കൂടിയാണ്. കെട്ടുകുരുങ്ങി സ്വയം കൊല്ലുന്ന ഇഷ്ടങ്ങളിൽ ആ ഭംഗിയില്ല. പണ്ട് ഒപ്പം പഠിച്ചിരുന്ന കമറു പറയും, എൻ്റെ ഖദീജ, ഈ പ്രണയം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഹലാക്കാണ്. മനുഷ്യനെ നന്നാക്കാനും മോശമാക്കാനും കെൽപ്പുള്ള എന്തോ ഒന്ന്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഓർക്കാനും ചേർന്നിരിക്കാനും കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കാനും പാകത്തിന് ഒരു മനസ്സിനെ തരുന്ന എന്തോ ഒന്നാണെന്ന്. ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യനെ പ്രണയിക്കുന്നുവെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പ്രണയം മനുഷ്യരോളം ഭംഗി കൂടുന്ന ഒന്നാണ്. ആദ്യ നോട്ടത്തിൽ പ്രണയം സംഭവിക്കുമോ? കാണാതെ തന്നെ മറ്റൊരു മനുഷ്യനെ പ്രണയിക്കാമോ? കണ്ടാലും അറിഞ്ഞാലും മാത്രം തോന്നുന്ന ഒന്നാണോ പ്രണയം? ഇങ്ങനെ ചോദ്യങ്ങൾ ഏറെയുണ്ട്. ആദ്യ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലങ്ങനെ വല്ലാത്തൊരു ഭംഗിയുള്ള ദിവസമുണ്ട്. ഓർക്കുമ്പോൾ പെണ്ണ് കാണലിൻ്റെ ദിവസം. ഈ അടുത്തിടെ അബൂക്ക അതിനെ ഓർത്തിങ്ങനെ പറഞ്ഞത് ഓർമ്മ വന്നുപോയി. ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഒരു നിമിഷത്തേക്ക് ആ ജനാലയുടെ മൂലയിലേക്ക് എൻ്റെ കണ്ണിൻ്റെ നോട്ടം ചെന്നുപെട്ടു. സുറുമ ഇട്ട കണ്ണുകൾ എൻ്റെ കണ്ണുമായി ഒന്നുടക്കി. ഒരു കണ്ണ് ചിമ്മുന്ന നേരത്തേക്ക് മാത്രം ആ കണ്ണുകളിലേക്ക് നോക്കിപ്പോയി. പെട്ടെന്ന് ആ കണ്ണുകൾ ജനാലയുടെ പിന്നിലേക്ക് മറഞ്ഞു. ഖദീജ, എൻ്റെ മനസ്സ് അങ്ങനെ മന്ത്രിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ നോട്ടം വെട്ടിച്ചു. തീർച്ചയായിട്ടും എൻ്റെ ഓരോ നോട്ടവും അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. എന്നാലും കണ്ട നേരം ഉള്ളിലൊരു പൂത്തിരി കത്തി. ഒരിക്കൽ കൂടി കാണാമോ എന്ന് മനസ്സ് പറയുന്നുണ്ടോ എന്ന് തോന്നി. ഇല്ല, ആയിഷയിലല്ലാതെ മനസ്സിനിങ്ങനെ ഒരനുഭൂതി മറ്റാർക്കും നൽകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എളാപ്പയോട് ഞാൻ അന്ന് കയ്യും കണക്കുമില്ലാതെ പറഞ്ഞിരുന്ന കാലമായിരുന്നു. എന്നിട്ടും ഓരോ ആലോചനകൾ മൂപ്പര് തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുവരും. അന്നുവരെ കുറേ പേരെ പോയി കണ്ടിരുന്നു. ഇങ്ങോട്ടും ഏറെ അന്വേഷണങ്ങൾ വന്നു. എന്നിട്ടും അവരുടെ കണ്ണുകളിൽ ഒന്നുമില്ലാത്ത
എന്താണ് നിന്റെ കണ്ണുകളിൽ അന്ന് ഒറ്റ നോട്ടം കൊണ്ട് കണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ എന്താ ഇങ്ങനെ തോന്നാൻ എന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും എല്ലാത്തിനും കാരണം കണ്ടെത്തേണ്ടതില്ലല്ലോ എന്ന് തോന്നി. പടച്ചോൻ്റെ കണക്ക് ഇതാകുമെന്നും മനസ്സ് പറഞ്ഞു. ഇപ്പോൾ പെണ്ണും ചെക്കനും സംസാരിക്കുന്നതൊക്കെ ഒരു പാഷനാണ്. അവർക്ക് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. ഒരു മുറിഞ്ഞ നാണം കലർത്തിയ ചിരിയോടെ മമ്മീസു ആണ് പറഞ്ഞത്. ശരിക്കും അത് ആഗ്രഹിച്ചിരുന്നു. കൂടെ വന്ന എളാപ്പയെ അബൂക്കെ ഒന്ന് പാളി നോക്കി. ഉപ്പ മരിച്ചതിൽ പിന്നെ എളാപ്പയായിരുന്നു ഒക്കെ നോക്കിയിരുന്നത്. ഗൾഫിലേക്ക് കൊണ്ടുപോയതും സമ്പാദിക്കാൻ പഠിപ്പിച്ചതും പിന്നെ നാട്ടിലൊരു കച്ചവടം തുടങ്ങണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചതുമൊക്കെ. എലാപ്പയ്ക്ക് കുട്ടികളില്ലായിരുന്നു. അതുകൊണ്ടു തന്നെ അബൂക്കയും പെങ്ങൾ ജമീലയുമൊക്കെ എന്നും പ്രിയപ്പെട്ട മക്കളായിരുന്നു. ജമീലയുടെ കല്യാണത്തിന് അബൂക്ക ഗൾഫിലായിരുന്നപ്പോൾ ഉപ്പാൻ്റെ സ്ഥാനത്ത് നിന്ന് അവളെ കൈപിടിച്ചു കൊടുത്തതും ഇതേ എലാപ്പ തന്നെയാണ്.